പഠിക്കുന്ന കാലത്ത് എല്ലാത്തിലും കലാപ്രതിഭയായിരുന്നു അല്ലേ ചേട്ടൻ? അതെ, സ്കൂൾ കാലത്ത്. അപ്പോൾ ആ സമയത്ത് ഇപ്പൊ തന്നെ പറയുന്നുണ്ട് സംഗീത, അതായത് സിംഗേഴ്സിന്റെ ഇടയിൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് പറയപ്പെടാറുണ്ട് ഇല്ലേ? അത് ഞാൻ ഈ സ്കൂൾ കാലത്തൊക്കെ മിമിക്രി മത്സരങ്ങളിലൊക്കെ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ വിൻ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പൂച്ചകരയെന്ന് പട്ടികരയെന്ന് ട്രെയിനിൻ്റെ ശബ്ദം എന്നൊക്കെ പറഞ്ഞതുപോലെ തുടങ്ങിയതാണ് ഒരു 5ാം ക്ലാസ് മുതൽ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് ആളുകളെ ഒബ്സർവ് ചെയ്യുന്നത്, അവരുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അത് പക്ഷേ പലപ്പോഴും ഇങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ആളായിരിക്കില്ല. എൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോൾ അയാളുടെ മാനറിസങ്ങൾ ചിലപ്പോൾ ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പറയും, ശബ്ദം പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആളുകൾ അത് മിമിക്രി ആയിട്ട് വിചാരിക്കും. പക്ഷേ എനിക്കിപ്പോൾ ഒരു മൈക്ക് തന്നിട്ട് സ്റ്റേജ് കയറ്റി എടുത്തിട്ട് ഒരു മിമിക്രി പറയാൻ പറഞ്ഞതിനെ കൊണ്ട് അത് സാധിക്കുന്നില്ല, പറ്റില്ല. ഇപ്പോൾ അങ്ങനെ ഒരു രീതിയിലല്ല പോകുന്നത്. പലപ്പോഴും ആളുകളുടെ മാനറിസങ്ങളും ശബ്ദവും ഒക്കെ ഇങ്ങനെ കൂടുതലായിട്ട് ശ്രദ്ധിച്ച് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ഇടയിൽ ഇങ്ങനെ അവതരിപ്പിക്കാറുണ്ട്. നമ്മുടെ പാട്ടുകാരുടെ കൂട്ടായ്മകളിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ സമയമില്ല, എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് കാണിക്കാൻ പറ്റും. അല്ല അങ്ങനെ ഒരു ഇന്നലെ ഞാനും ശരത്തും എൻ്റെ പ്രൊഡ്യൂസർ അമൃതയായിട്ട് സംസാരിച്ചുകൊണ്ട് അപ്പോൾ എം.എ. ബേബി സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്യുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബേബി സാറിനോട് സംസാരിച്ചപ്പം നാളെ എൻ്റെ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞത് ബേബി സാർ എന്തായിരിക്കും പറയാൻ സാധ്യത എന്ന് ചോദിച്ചു. ദേവരാജൻ മാഷിൻ്റെ ശിഷ്യനും അതുപോലെ എം ജെ ചന്ദ്രൻ്റെ സംഗീത സംവിധാനത്തിൽ എത്രയോ പാട്ടുകൾ പാടിയ എന്ന് പറഞ്ഞാൽ അപ്പം ഫോണിൽ കൂടെ പറയാം. അവർ അയ്യോ ബേബി സാർ പറയണ പോലെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ അതും കയ്യിലുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് പാട്ടുകാരെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ടോ? പാട്ടുകാരെ ഇമിറ്റേറ്റ് ചെയ്യാനാണല്ലോ പരിപാടി. കാര്യം നമ്മൾ ഈ മറ്റൊരാളുടെ പാട്ട് പാടുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ശൈലി കൃത്യമായിട്ട് പിന്തുടരാൻ ശ്രമിക്കും. പിന്നെ ഞങ്ങളൊക്കെ ഗാനമേളയ്ക്ക് പാടി തുടങ്ങിയ ഒരു കാലം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാട്ട് അതേപോലെ പാടുക എന്നുള്ളതായിരുന്നു. ഇടയ്ക്കൊരു ചുമയുണ്ട്, ചുമ കൂടെ വേണം, ഇല്ലെങ്കിൽ ആളുകൾ പോവും. അങ്ങനത്തെ ഒരു ഗാനമേള കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ തുടങ്ങിയത്. അപ്പോൾ യേശുദാസ് സാറിൻ്റെ പാട്ടുകളൊക്കെ തുടക്കകാലത്തിൽ നമുക്ക് ആ ഒരു അതേപോലെ തന്നെ പാടണമെന്നുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ റെക്കോർഡിങ്ങിലേക്കൊക്കെ വന്ന് നമ്മുടെ പാട്ടുകൾ നമ്മുടേതായ ശബ്ദത്തിൽ പാട്ടുകൾ പാടി വന്നപ്പോൾ മനസ്സിലായി ഇതൊരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ആവശ്യമാണ്. അപ്പോൾ പിന്നെ അങ്ങനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാറില്ല. അവർ പാടിയതിൻ്റെ ആ ഒരു ഫീലും എക്സ്പ്രഷനും ആ മോഡുലേഷൻസും അതിൻ്റെ ആത്മാവും ഒക്കെ ഉൾക്കൊണ്ട് നമ്മുടെ ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം. അല്ലാതെ ഒരു അതേപോലെ പാടുക എന്നുള്ളത് ഇപ്പോൾ അങ്ങനെ ഒരു ചിന്തയില്ല. ചേട്ടാ, ഇനിയിപ്പോൾ പുതിയ പ്രോജക്ട്സുകളൊക്കെ എന്തൊക്കെയാണ്? ഇപ്പോൾ സിനിമ ഇപ്പോൾ ഉടനെ റിലീസാവുന്നത് ഹരിഹര വീരമല്ലു. അത് തെലുങ്ക് സിനിമയാണ് ഒറിജിനൽ. പക്ഷേ അത് തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി, മലയാളം ഭാഷകളിൽ റിലീസ് ചെയ്യുന്നതാണ്. എനിക്ക് ആ സിനിമയെ സംബന്ധിച്ചുള്ള സന്തോഷം കീരവാണി സാറിൻ്റെ മ്യൂസിക്കിൽ ഒരു പാട്ട് പാടാൻ പറ്റി എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഈച്ച എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് പാടിയിട്ടുണ്ട്. ഇതിപ്പം 2ാമത്തെ സിനിമയാണ് പാടുന്നത്. പക്ഷേ അതിലൊരു സങ്കടമുള്ളത്, അതിൽ പാടാൻ എന്നെ വിളിച്ചത് മങ്കമ്പു ഗോപാലകൃഷ്ണ സാറാണ്. അപ്പോൾ അത് പാടാൻ ഞാൻ ഹൈദരാബാദിൽ പോയി പാടിയപ്പോൾ അന്ന് ഗോപാലകൃഷ്ണ സാറിന് സുഖമില്ല. അപ്പോൾ അദ്ദേഹം എനിക്ക് ലിറിക്സ് തന്നിട്ട് പറഞ്ഞു, ഇത് അവിടെ ചെന്ന് പാടുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. വേണ്ടി വന്നില്ല, അദ്ദേഹം കൃത്യമായിട്ട് എഴുതുന്ന ആളാണ്. അപ്പോൾ അത് പാടിക്കഴിഞ്ഞ് അദ്ദേഹം ഈ പാട്ട് കേട്ടിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു നന്നായിട്ടുണ്ട് മിടുക്കൻ എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം വലിയ സന്തോഷത്തിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓഡിയോ റിലീസിൻ്റെ തലേദിവസവും വിളിച്ചിരുന്നു, നാളെ നമ്മുടെ പാട്ട് യൂട്യൂബിൽ റിലീസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ 50 വർഷം സിനിമാ രംഗത്ത് 50 വർഷം ആഘോഷിക്കുന്ന ഒരു പരിപാടി ചെന്നൈയിൽ പാടാൻ ആ പ്രോഗ്രാമിനും എന്നെ ക്ഷണിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ആഘോഷ പരിപാടി നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് മങ്കമ്പു സാറ് മരിച്ചുപോയി. അതൊരു സങ്കടമായിപ്പോയി. അദ്ദേഹം മരിച്ചുപോയിട്ടും അതൊരു അനുസ്മരണ പരിപാടിയായിട്ട് ചെന്നൈയിൽ നടത്തി ഞാൻ പോയി പങ്കെടുത്തിരുന്നു. പക്ഷേ എന്നാൽ അതൊരു സങ്കടമാണ്. അദ്ദേഹം ആ പാട്ട് കേട്ടല്ലോ എന്നുള്ളൊരു സമാധാനം മാത്രമേ ഉള്ളൂ. പലപ്പോഴും അങ്ങനെയാണല്ലോ, ഈ കവികളൊക്കെ എഴുതി അവർ കൊടുത്തിട്ട് അവർ ചിലപ്പം പൊയ്ക്കളയും എന്ന് പറഞ്ഞത് ഒരു നിയോഗം അല്ല, കാലത്തിൻ്റെ ഒരു നമുക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും വലിയ ഒരു കവി അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു എന്ന് ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു ഗോപാലകൃഷ്ണ സാറിനെ. അതുപോലെ വേറൊരു സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയൊരു സംഗീത സംവിധായകൻ എബി ഡേവിഡ് മ്യൂസിക് ഡയറക്ടർ ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് ഇപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ എം.എ. നിഷാദിൻ്റെ പുതിയ സിനിമ വരുന്നുണ്ട്. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ മിനീഷ് തമ്പാൻ എന്ന് പറഞ്ഞ ആളാണ്. അതും പാടിയിട്ടുണ്ട്. പിന്നെ 1-2 പുതിയ പ്രൊജക്റ്റുകൾ ഇതുപോലെ പുതിയ സംഗീത സംവിധായകർ പാടിയിട്ടുണ്ട്. എങ്ങനെ തോന്നുന്നു ആ ഒരു ഡിഫറൻസ്? ഒരു പഴയ കാലഘട്ടത്തിലുള്ള ആൾക്കാരുടെ കൂടെ എല്ലാം വർക്ക് ചെയ്തതിനു ശേഷം പുതിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു ഡിഫറൻസ് എന്താ? അത് വ്യത്യാസം റെക്കോർഡിങ്ങിനെ സംബന്ധിച്ച് നമുക്ക് ഗായകർക്ക് അങ്ങനെ വ്യത്യാസമില്ല. ഈ സംഗീതത്തിലുള്ള ശൈലികൾ മാറി മാറി വരുന്നുണ്ട്.
അപ്പോൾ പഴയ സംഗീത സംവിധായകരുടെ കാഴ്ചപ്പാടല്ല പുതിയ സംഗീത സംവിധായകരുടെ, അല്ലെങ്കിൽ എഴുത്തുന്ന വാക്കുകളിലും വ്യത്യാസങ്ങൾ വന്നു, ആലാപന ശൈലിയിൽ നമുക്ക് അങ്ങനെ കാര്യമായ വ്യത്യാസമൊന്നും കൊണ്ടുവരാൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. തുറന്നു പറഞ്ഞാൽ ഞാനിപ്പോഴും ഒരു പഴയ സ്കൂള് പിന്തുടർന്ന് പാടുന്ന ഒരാളാണ്, അല്ലാതെ പൂർണ്ണമായിട്ടും ഇന്നത്തെ ഒരു രീതിയിലേക്ക് മാറി പാടാൻ എനിക്ക് പറ്റില്ല. അപ്പം ഞാനതുകൊണ്ട് ഈ പഴമയുടെ ഒരു സൗന്ദര്യം നിർത്തിക്കൊണ്ട് തന്നെ ആലാപനത്തിൽ പുതുമ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ചേട്ടാ നമുക്ക് വിഷുവിൻ്റെ ഒരു നല്ലൊരു ഗാനവും കൂടി ആലപിച്ചതിന് ശേഷം വൈൻഡപ്പ് ചെയ്യാം. ഒരു പാട്ട് കൂടി. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി തങ്കത്തേരിറങ്ങും കുളിരന്തിത്താരകങ്ങൾ വരവർണ്ണ ദീപരാജിയ. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി